ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ടാരോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ ഇഷ്ടക്കേടുകൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ വിശദമായി ഈ റീഡിങ്ങിലുണ്ട്. ഈ വ്യക്തിയിൽ കുറെ കാര്യങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ഹിഡൻ എനർജീസ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ 6 കാർഡ്സ് ആണ് എടുത്തു വെച്ചിട്ടുള്ളത്. അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമ്മളത് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് എനർജിയിലേക്ക് നോക്കാം. ഈ വ്യക്തിയിൽ കാണപ്പെടുന്ന രഹസ്യ, അതായത് നിഗൂഢമായിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ വ്യക്തിയിൽ കാണപ്പെടുന്ന നിഗൂഢമായിട്ടുള്ള മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഈ പേഴ്സണിൽ അത് മറഞ്ഞു കിടക്കുന്ന, മറവിൽ കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഈ ഒരു കാർഡാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. എന്താണ്? ഐസോലേഷൻ ആണ്. അപ്പൊ ഇതില് ലാക്ക് ഓഫ് കണക്ഷൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ഇന്നത്തെ റീഡിങ്ങിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് പാസ്റ്റ് ലൈഫ് എനർജീസ് ആണ് കേട്ടോ. അതായത് നിങ്ങൾ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും ഈ പേഴ്സൺ ആണെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പാസ്റ്റ് ലൈഫ് എനർജി വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതൊരുപക്ഷെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാകാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സന്റെ കാര്യത്തിൽ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ലാക്ക് ഓഫ് കണക്ഷൻസ് ആണ്, അതായത് ഐസോലേഷൻസ് ആണ്. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു വീടാണെന്ന് വേണമെങ്കിൽ പറയാം, ഒരു സ്ഥലം. അപ്പൊ അതിന്റെ മുന്നിലായിട്ട് വളരെയധികം വിഷമിച്ചുകൊണ്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് കാണിക്കുന്നത് അല്ലേ? ഈ വ്യക്തിയുടെ കൂടെ വേറെ ആരുമില്ല. ഒരു സന്തോഷിക്കുന്ന ഒരു എനർജി അല്ല നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. വിഷമിച്ച് ഇങ്ങനെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നു, മുഖത്ത് ഒരു വിഷമമുണ്ട്, കൂടെ ആരുമില്ല ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ വിശേഷങ്ങൾ തിരക്കാനോ ആരും തന്നെ ഇല്ല. അപ്പൊ ആ ഒരു ഒറ്റപ്പെടലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എന്താണ് നിങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ കുറച്ച് നെഗറ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം ചുറ്റുപാടുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സന്റെ ഫാമിലി എന്ന് പറയുന്നത് ഒരുപാട് റിലേറ്റീവ്സ് ഉള്ള ഫാമിലി ആയിരിക്കാം. ഓക്കെ, ഒരുപാട് റിലേറ്റീവ്സ് ഉള്ള ഫാമിലി ആയിരിക്കാം, ഒരുപാട് ബന്ധങ്ങളുള്ള, അതായത് ഒരുപാട് ആൾക്കാർ, കൂട്ടുകാരുടെ കാര്യമാണെങ്കിലും ഈ വ്യക്തി പഠിച്ചിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പോലും എല്ലാവരും ഈ പേഴ്സണെ അറിയുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വളരെയധികം ഫ്രണ്ട് സർക്കിൾ ഉള്ള, ഒരുപാട് കണക്ഷൻസ് ഉള്ള, അതായത് പ്രണയമല്ല, അല്ലാതെ ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ റിലേറ്റീവ്സ്, സിബ്ലിങ്സ്, ഫാമിലി, കസിൻസ്, ആഘോഷങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ജോയിന്റ് ഫാമിലി ആയിരിക്കാം. അതായത് ഈ വ്യക്തിയുടെ വീട്ടിൽ ഒരുപാട് അംഗങ്ങൾ, ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരിക്കാം. അതല്ല എങ്കിൽ ഇപ്പോൾ ഈ പേഴ്സന്റെ വീട്ടിൽ ഈ പേഴ്സന്റെ പാരൻസും ഈ പേഴ്സന് മാത്രം ഉള്ളുവെങ്കിൽ പോലും ചുറ്റുപാടും വളരെയധികം ക്രൗഡഡ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കുന്നത് ഈ പേഴ്സണിൽ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ്. ഈ പേഴ്സണ് എത്രത്തോളം ഫാമിലി, റിലേറ്റീവ്സ്, കസിൻസ്, സിബ്ലിങ്സ്, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ ഒറ്റപ്പെടലാണ് എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് ഈ പേഴ്സൺ ഒരു പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് വരുമ്പോഴോ, ഈ വ്യക്തിയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റുകൾ വരുമ്പോഴോ, അല്ലെങ്കിൽ ഈ പേഴ്സൺ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്, നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ വ്യക്തിക്ക് തിരിച്ചു കിട്ടുന്നത് ഒറ്റപ്പെടലും അവഗണന, പരിഹാസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ പേഴ്സണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്കിവിടെ വളരെ പ്രധാനമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാർമിക് ആയിട്ടുള്ള, കർമ്മസംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ പേഴ്സൺ ഇങ്ങനെയുള്ളൊരു പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ പേഴ്സൺ ബന്ധങ്ങൾക്ക് വളരെയധികം വില കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്.
പക്ഷെ ഈ വ്യക്തിക്ക് തിരിച്ചു കിട്ടുന്നത് എപ്പോഴും അവഗണന, അല്ലെങ്കിൽ പറ്റിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ, ഈ പേഴ്സണെ മാറ്റി നിർത്തുക, കളിയാക്കുക, അവഗണന, വില കുറച്ച് കാണുക, ഈ പേഴ്സൺ എന്ത് ചെയ്താലും വില കുറച്ച് കാണുക, ഒട്ടും തന്നെ സപ്പോർട്ടീവ് അല്ലാത്ത ഒരു ചുറ്റുപാട്, ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ പേഴ്സൺ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ മുജ്ജന്മത്തിൽ നിന്നും വന്നിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം കഴിഞ്ഞ ജന്മത്തിലും ഈ പേഴ്സൺ വളരെയധികം ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ജന്മത്തിൽ ഈ പേഴ്സണ് പാരന്റ്സും റിലേറ്റീവ്സും കസിൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ ഈ പറയുന്ന ആൾക്കാർ പോലും ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അതായത് ഒറ്റയ്ക്കാണ് ജീവിച്ചിരുന്നത്. ഒരു ഫാമിലി ലൈഫ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതുമില്ല. എന്നാ ബന്ധങ്ങൾ അധികം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു 1-2 ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അല്ലാത്ത പക്ഷം ഈ പേഴ്സൺ ഒറ്റക്കാണ് ജീവിച്ചിരുന്നത് എന്നാണ് കാണിക്കുന്നത്. അതാണ് നമുക്ക് പാസ്റ്റ് ലൈഫ് എനർജിയിൽ നിന്നും ഇവിടെ വളരെ പ്രധാനമായിട്ടും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ മുജ്ജന്മത്തിലെ അതേ എനർജി തന്നെ ഇപ്പോഴും ഈ പേഴ്സന്റെ സോളിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ബന്ധങ്ങൾ ഈ ഒരു ജന്മത്തിൽ ഈ പേഴ്സണ് കിട്ടിയിട്ടുണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും ആ ഒരു ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ആ ഒരു കർമ്മം അല്ലെങ്കിൽ ആ ഒരു എനർജി അത് ഈ പേഴ്സണെ ഇപ്പോഴും പിന്തുടർന്നു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ജന്മത്തില് അതേ ഒറ്റപ്പെടൽ തന്നെ ഈ ജന്മത്തിലും ഈ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരുന്നതായിട്ടാണ് നമുക്കിവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ ആണെങ്കിൽ പോലും വളരെ സന്തോഷത്തോടു കൂടി കോൺഫിഡന്റ് ആയിട്ട് ഈ പേഴ്സണെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പക്ഷെ എവിടെയൊക്കെയോ തടസ്സങ്ങൾ വന്നിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ സാധിക്കാത്ത വിധത്തിലാണ് ഈ പേഴ്സന്റെ ലൈഫ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. മനസ്സിലായോ? പക്ഷെ ഈ പേഴ്സൺ ഇപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപകാരം ചെയ്യുന്നുണ്ട്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തിക്ക് ലഭിക്കുന്നത് ഒറ്റപ്പെടൽ മാത്രമാണ്. ഇത് ഈ വ്യക്തി സ്വന്തമായിട്ട് വരുത്തി വെക്കുന്നതാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു വഴിയിലൂടെ ഈ ഒരു അവസ്ഥ ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മുജ്ജന്മത്തിൽ നിന്നും വന്നിട്ടുള്ള ആ ഒരു കാര്യമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ പേഴ്സണിൽ ഏറ്റവും കൂടുതൽ മറഞ്ഞു കിടക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഈ വ്യക്തി മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാല് ഞാൻ അന്നും ഒറ്റക്കാണ്, എൻ്റെ വിധി ഒറ്റക്കാണ്, അല്ലെങ്കിൽ എൻ്റെ വിധി ഒറ്റക്ക് ജീവിക്കാനാണ് എന്നുള്ളൊരു മനോഭാവം ഈ പേഴ്സണ് വരുന്നുണ്ട്. മനസ്സിലായോ? പക്ഷെ അതിൻ്റെ ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരു അർത്ഥം, ഒരു മീനിങ് എന്ന് പറയുന്നത് ഇതാണ്. പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിട്ടുള്ള ഒരു കർമ്മത്തിന്റെ ഫലമായിട്ട് ആ ഒരു സെയിം എനർജി തന്നെയാണ് ഇപ്പോഴും ഈ പേഴ്സണെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ ബന്ധത്തിൽ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഈ പേഴ്സന്റെ കാര്യത്തിൽ മറഞ്ഞു കിടക്കുന്നതാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇനി രണ്ടാമത് ഈ ബന്ധത്തിൽ, ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മറഞ്ഞു കിടക്കുന്നത് നമുക്ക് നോക്കാം. ഫൈൻഡിങ് ലവ് ആണ് കിട്ടിയിട്ടുള്ളത്, സ്പൗസ് ആൻഡ് ലവർ. ഓക്കെ, ഈ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ്ലി പറയുകയാണെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് തീർത്തും ഒരു പാസ്റ്റ് ലൈഫ് എനർജി തന്നെയാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇത് പലപ്പോഴും നിങ്ങളുടെ സോള്, നിങ്ങളുടെ ആത്മാവ് തന്നെ നിങ്ങളോട് വെളിപ്പെടുത്തി തന്നിട്ടുള്ള ഒരു കാര്യവും കൂടി ആയിരിക്കാം. പലതവണയും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നും വിട്ടുമാറാനായിട്ട് പല രീതിയിലും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള സന്ദർഭങ്ങൾ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ കൊണ്ട് സാധിച്ചിരുന്നില്ല എന്നുള്ളത് ശരിക്കുള്ള ഒരു സത്യമാണത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. ഇതില് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് വെച്ചാൽ മുജ്ജന്മത്തിൽ നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് ആയിരുന്നോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഏതൊക്കെയോ വഴിയിലൂടെ നിങ്ങൾ രണ്ടുപേരും കണക്റ്റഡ് ആയിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഈ പേഴ്സന്റെ ഒരു സുഹൃത്തായിട്ടായിരിക്കാം നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന ആളായിരിക്കാം, ചിലപ്പോൾ ചേട്ടൻ അനിയൻ, അങ്ങനെ ഒരു ഇത് സിബ്ലിങ്സ് ആയിട്ട്, അതായത് കൂടപ്പറപ്പുകളായിട്ട് ആയിരിക്കാം ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് മുതിർന്ന ആള്, ഈ വ്യക്തി കുറച്ച് ചെറുപ്പമായിട്ടുള്ള വ്യക്തിയായിരിക്കാം. അങ്ങനത്തെ ഒരു കണക്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തോ ഒരു കണക്ഷൻ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കഴിഞ്ഞ ജന്മം തൊട്ട് തന്നെ ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും,
ചിലപ്പോൾ ഒരു സുഹൃത്തുക്കളായിട്ടായിരിക്കും ഉണ്ടായിരുന്നത്. പക്ഷെ എങ്കിൽ പോലും ആ ഒരു എനർജി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈഫിൽ, ഈ ഒരു ജീവിതത്തിലും നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടുള്ളത് എന്താണ്, ഒരു സുഹൃത്തുക്കളായിട്ടായിരിക്കാം. ആദ്യം നിങ്ങൾ ഫ്രണ്ട്ഷിപ്പായി, നല്ലൊരു ഫ്രണ്ട്സായി, അതിനുശേഷം പിന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കപ്പിൾസായി മാറി, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരായി മാറി, അല്ലെങ്കിൽ ലവേഴ്സായി മാറി. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാകാം ഈ നിങ്ങളുടെ ഫാമിലിയിലെ ഒരാളായിട്ടാണ് നിങ്ങൾ എപ്പോഴും ഈ പേഴ്സണെ കാണുന്നത്. പുറത്തു നിന്നുള്ള ഒരു അപരിചിതൻ അല്ലെങ്കിൽ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല ഈ പേഴ്സൺ. നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഫാമിലി ജീവിതത്തിൽ ആരൊക്കെയോ ആണ്. നിങ്ങളുടെ സുഹൃത്താകാം, നിങ്ങളുടെ കസിൻ ആകാം, നിങ്ങളുടെ സിബ്ലിങ്സ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനെ പോലെ നിങ്ങൾക്ക് തോന്നിക്കാം ഈ പേഴ്സണെ, അല്ലെങ്കിൽ അമ്മനെ പോലെ തോന്നിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളായിട്ടാണ് നിങ്ങൾ ഈ പേഴ്സണെ കാണുന്നത്. ഈ പേഴ്സണ് തിരിച്ചും അങ്ങനെ തന്നെ ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം അങ്ങനെ തോന്നിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വളരെയധികം അടിസ്ഥാനപരമായിട്ടുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് ഇതോടുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഈ ഒരു ബ്രേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ചില സമയങ്ങളിൽ എന്തുകൊണ്ടാണ് ബ്രേക്കേജസ് വന്നുകൊണ്ടിരിക്കുന്നത്, അതായത് ഈ പറഞ്ഞ പോലെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടക്കിടക്ക്, അതായത് നിങ്ങൾ വിചാരിക്കും ഇനി മര്യാദക്ക് മുന്നോട്ട് പോകും എന്നൊക്കെ വിചാരിച്ച് കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ പോകും. പക്ഷെ അവിടെ യാതൊരു തരത്തിലും ഒരു കാരണവും ഇല്ലാണ്ട് അവിടെ നിങ്ങൾക്കിടയിൽ പെട്ടെന്ന് ഒരു പ്രശ്നങ്ങൾ അങ്ങോട്ട് വരും, പെട്ടെന്ന് വീണ്ടും നോ കോണ്ടാക്ട് ആകും, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആകും. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു കാർഡാണ് വാരിയർ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് വാരിയർ ആണ്. അതായത് നിങ്ങളാണെങ്കിലും ഈ ഒരു പേഴ്സൺ ആണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ അല്ല. കാരണം ഈ പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് പറയുന്നത് ചില കേസുകളിൽ വളരെ പോസിറ്റീവായിട്ട് വരുമെങ്കിൽ പോലും, എന്ന് വെച്ചാൽ പോസിറ്റീവ് തന്നെയാണ്, പക്ഷേ എന്താന്ന് വെച്ചാൽ പാസ്റ്റ് ലൈഫിൽ നിന്നും തന്നെ എന്താ പറയാ തീരാണ്ട് കിടക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും. അത് ഈ ജന്മത്തിലും ടേക്ക് ചെയ്യും. ഓക്കെ, അതായത് ഇപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് ഭയങ്കര ദേഷ്യ സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജന്മത്തിലും അതിന്റെ ബാക്കിയായിട്ട് നമുക്കത് വന്നുകൊണ്ടിരിക്കും, വിത്ത് ഓർ വിത്തൗട്ട് എനി റീസൺ. അത് പ്രത്യേകിച്ച് കാരണമൊന്നും വേണമെന്നില്ല, നമുക്ക് ആ ഒരു ദേഷ്യ സ്വഭാവം വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഇപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ കണക്റ്റഡ് ആയിരുന്നപ്പോൾ പോലും ഒരുപാട് ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായി? ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു സുഹൃത്തുക്കളായിരിക്കാം കഴിഞ്ഞ ജന്മത്തിൽ, പക്ഷെ എങ്കിൽ പോലും ആ ഒരു ബന്ധത്തെ പോലും തകർക്കാനായിട്ട് മറ്റുള്ളവർ ശ്രമിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ ശത്രുക്കളുടെ എനർജി. ആ ഒരു സെയിം കാര്യം തന്നെ ഈ ഒരു ലൈഫിലും തുടർന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ചില സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ധൈര്യമായിട്ടിരിക്കേണ്ട ആവശ്യകതയുണ്ട്. അതായത് പേടിച്ച് വിറച്ച് തിരിഞ്ഞോടാതെ, അതായത് പിന്തിരിഞ്ഞോടാതെ മുന്നോട്ട് തന്നെ പോവുകയാണ് വേണ്ടത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വേറൊന്നുമില്ലെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ മനക്കരുത്താണ് വേണ്ടത് എന്നാണ് ഈ ഒരു കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ മാത്രമേ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ചില കർമ്മങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ആകാത്തത് കൊണ്ട് തന്നെ യാതൊരു കാരണവശാലും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് കടക്കാനും സാധിക്കില്ല. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, ഇറ്റ്സ് എ ജനറൽ റീഡിംഗ് ആണ്. പക്ഷെ എങ്കിൽ പോലും എനിക്ക് അങ്ങനെ പറയാൻ തോന്നിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ അപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് ഓക്കെ ഇത് കുറച്ച് നാളത്തേക്ക് വേണ്ടാന്ന് വെക്കാം, അല്ലെങ്കിൽ ഇത് വേണ്ട, ഇതിന്റെ പുറത്തേക്ക് കടക്കാം, പുറത്തേക്ക് വരാം എന്ന് വിചാരിച്ചാൽ പോലും നിങ്ങളെ കൊണ്ട് സാധിക്കണമെന്നില്ല. ബിക്കോസ് ആ ഒരു പാസ്റ്റ് ലൈഫിന്റെ ആ ഒരു പ്രധാന പോയിന്റ്സ്, പ്രധാന കർമ്മങ്ങൾ ഇവിടെ ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ലൈഫിലും ഈ ഒരു റിലേഷൻഷിപ്പിനെ തകർക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ പേഴ്സണെ ഇറിറ്റേറ്റഡ് ആക്കുന്ന രീതിയിൽ പല സന്ദർഭങ്ങളും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് പറയാൻ തോന്നിക്കുന്നത്, ഇപ്പോൾ പാസ്റ്റ് ലൈഫിലാണെങ്കിലും ഈ ഒരു ജന്മത്തിലാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് മിഖായേൽ ഏഞ്ചലിന്റെ എനർജി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മിഖായേൽ ഏഞ്ചൽ, ഓക്കെ, മിഖായേൽ മാലാഖയുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്.
അത് പറയാതിരിക്കാൻ വയ്യ. അത് പാസ്റ്റ് ലൈഫിലും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തിരുന്നതായിട്ട് കാണിക്കുന്നു ആ ഒരു ഏഞ്ചല്. ഈ ഒരു ലൈഫിലും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ആ ഒരു ഏഞ്ചലിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് നന്ദി പറഞ്ഞിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, ബിക്കോസ് ഈ ഒരു ലൈഫിലും നിങ്ങൾക്കത് വേണ്ടി വരും. ബിക്കോസ് അങ്ങനെയാണ് ചില ഇൻകംപ്ലീറ്റ് കർമാസ് കിടക്കുന്നത്, എസ്പെഷ്യലി പാസ്റ്റ് ലൈഫ് എനർജി വരുമ്പോൾ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്തിട്ട് ഡള്ളാവാതെ ധൈര്യപൂർവ്വം, ധൈര്യം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിന്. കാരണം ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക തന്നെയാണ് വേണ്ടത്. ഇവിടെ പേടിച്ചോടിയിട്ട് കാര്യമില്ല, മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, പരാതിപ്പെട്ടുകൊണ്ട് നടന്നിട്ടും കാര്യമില്ല, കരഞ്ഞിട്ടും കാര്യമില്ല. ഓക്കെ, ഇവിടെ മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ ഇന്നർ പവർ നല്ല രീതിയിൽ തന്നെ സ്ട്രെങ്തൻ ആക്കിയിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബാലൻസ്ഡ് ആകും. നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് ബാലൻസ്ഡ് ആയി വരും. ഓക്കെ, ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കാം. ഇനി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു കാർഡാണ് നമ്മൾ എടുക്കുന്നത്. കെയർ ടേക്കർ ആണ്, നമ്പർ 11 ആണ്. പുട്ടിങ് അതേഴ്സ് ഫസ്റ്റ് എന്നാണ് കാണിക്കുന്നത്. നമുക്കറിയാം ഒരു ലേഡി ഇവിടെ ഒരു കുട്ടീനെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ഹോം നേഴ്സിന്റെ ഒക്കെ ഒരു എനർജിയാണ്. ഓക്കെ, പക്ഷെ അത് ജസ്റ്റ് കാർഡിൽ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് അങ്ങോട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപഴകുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിക്ക് അങ്ങനത്തെ ഒരു എനർജി ഉണ്ട്. ഓക്കെ, അതായത് മറ്റുള്ളവർക്ക്, അതായത് ഇപ്പോൾ വേറെ ആൾക്കാർക്ക് പൈസ കൊടുത്ത് സഹായിക്കുക, അല്ലെങ്കിൽ വേറെ ആൾക്കാരെ ജോലി മേടിച്ചു കൊടുക്കാൻ സഹായിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക വീട്ടിലുള്ളവരെ തന്നെ എന്നും കുന്നും, അതായത് അവർക്കൊക്കെ കാശുണ്ടാകും, പൈസ ഉണ്ടാകും, എന്നാലും ഈ പേഴ്സൺ അവരെ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരെ കെയർ ചെയ്തുകൊണ്ടിരിക്കാം. അവർ ചിലപ്പോൾ ഫിനാൻഷ്യലി നല്ല സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് നോക്കാൻ കഴിവുള്ള ആൾക്കാരായിരിക്കും. ബട്ട് സ്റ്റിൽ ഈ പേഴ്സണെ കൊണ്ടിട്ട് കൂടുതൽ അവരിലേക്ക് എന്താ പറയുക കണക്ട് ചെയ്യാനായിട്ട് നോക്കുക, അവരുടെ കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടും അവരുടെ റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക. അതായത് ഈ പേഴ്സണെ ചുരുക്കി പറഞ്ഞാൽ മിസ്യൂസ് ചെയ്യുക. മനസ്സിലായ? അതെനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് തന്നെയായിരിക്കും നിങ്ങളുടെ രണ്ടുപേർക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ലവേഴ്സ് ആയിക്കോട്ടെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും വാക്കുതർക്കം പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ ഈ ഒരു സ്വഭാവത്തിനും വലിയൊരു പങ്കുണ്ട്, വലിയൊരു പ്രധാന പങ്കുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ വിചാരിക്കുന്നത് മറ്റുള്ളവര് ഈ പേഴ്സണെ എന്താ പറയുക വില കൊടുക്കുമെന്നോ, അല്ലെങ്കിൽ ഈ പേഴ്സണെ നോക്കുമെന്നോ, പ്രൊട്ടക്ട് ചെയ്യുമെന്നോ, തിരിച്ച് നന്ദി കാണിക്കുമെന്നോ, അങ്ങനെയൊക്കെയാണ് ഈ പേഴ്സന്റെ വിചാരം. പക്ഷെ അങ്ങനെയല്ല, ആക്ച്വലി ഇറ്റ് വാസ് നോട്ട്. അതുപോലെ വേറെ ആൾക്കാർക്കൊക്കെ ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നതായിട്ടും അവരിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നു. അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാം. ചിലപ്പോൾ പണ്ട് കാലം മുതൽ തൊട്ട് തന്നെ ചിലപ്പോൾ ഈ പേഴ്സൺ ആയിരിക്കാം ഈ പേഴ്സന്റെ ഫാമിലി നോക്കിയിട്ടുണ്ടാകുന്നത്. ചിലപ്പോൾ ഒരു ഗൃഹനാഥനെ പോലെ, അല്ലെങ്കിൽ ഒരു ഗൃഹനാഥയെ പോലെ ഈ പേഴ്സൺ ആയിരിക്കും ആ ഒരു കംപ്ലീറ്റ് എനർജി കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു ബേസിൽ, അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലാണ് ഈ പേഴ്സൺ ഇപ്പോഴും അത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ പേഴ്സൺ ചിന്തിക്കുന്നില്ല ട്രാക്ക് മാറ്റേണ്ട സമയമായി എന്നുള്ളത്. പക്ഷെ അത് ഈ പേഴ്സണ് വഴിയെ കിട്ടിക്കോളും, മനസ്സിലായിക്കോളും. പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ എന്തോ വലിയ പുണ്യപ്രവൃത്തി, അല്ലെങ്കിൽ ശരിയാണ്, നമുക്ക് നമ്മളുടെ വീട്ടുകാരെ നോക്കണം, എല്ലാം ശരിയാണ്. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു പരിധിയുണ്ട്, അല്ലേ? അത് അമിതമായാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഗുഡ്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ഈ പേഴ്സൺ അവരെയൊക്കെ നോക്കുന്നതിലോട് കൂടി നിങ്ങളെയും ഈ റിലേഷൻഷിപ്പിനെയും ചില സമയങ്ങളിൽ ഈ പേഴ്സൺ മറന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളായിട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്യാനോ, നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാനോ ചില സമയത്ത് നോക്കിയാൽ ഈ പേഴ്സണ് ടൈം ഉണ്ടാകില്ല. ഒട്ടും തന്നെ പ്രൈവസി ഇല്ലാത്ത സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ട് കാണിക്കുന്നു. അത് മാത്രമല്ല ഈ പേഴ്സണെ ഏറ്റവും കൂടുതൽ മറ്റുള്ളവര് അവരുടെ വശത്താക്കി വെച്ചിരിക്കുന്നത് ഇമോഷണൽ പരമായിട്ട് അറ്റാച്ച്മെന്റിലൂടെയാണ്. അതായത് ഇമോഷണലി വളരെയധികം നമ്മൾ കരഞ്ഞൊക്കെ കാണിക്കുക എന്നൊക്കെ പറയില്ല, ഭയങ്കര ഇമോഷണലിയൊക്കെയാണ് മറ്റു പലവരും ഈ പേഴ്സണെ
കയ്യിലാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അവരുടെ പോക്കറ്റിലാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് ഈ പേഴ്സണ് മനസ്സിലാകുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇതൊക്കെ പാസ്റ്റ് ലൈഫ് റിപ്പീറ്റേഷൻ ആണ്. അതായത് ഇപ്പോൾ മുജ്ജന്മത്തിൽ ഈ പേഴ്സൺ ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇപ്പോൾ ഒരു അനാഥനാണെങ്കിൽ അല്ലെങ്കിൽ അനാഥയാണെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടി ഈ പേഴ്സൺ കൊതിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഈ ഒരു ലൈഫിൽ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ആ സ്നേഹം കാണിക്കാനും അത് ചെയ്യാനും ഒക്കെയുള്ള എല്ലാ അവസരങ്ങളും ഈ പേഴ്സൺ ഒന്നും പാഴാക്കുന്നില്ല. അതെല്ലാം നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, പക്ഷെ അത് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ വി കാണ്ട് അക്സെപ്റ്റ് അല്ലേ. ഇപ്പോൾ ഒരു നിങ്ങളുടെ ഹസ്ബൻഡ് ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് ആണെങ്കിൽ നിങ്ങൾക്കായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി തരേണ്ടത്. മറ്റുള്ളവരിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു പ്രണയത്തിന്റെയും ഒരു ഫാമിലി ലൈഫിന്റെയും ഇമ്പോർട്ടൻസ് പിന്നെ എന്തിനാണ് അല്ലേ. അപ്പോൾ അത് നിങ്ങളെ ചിലപ്പോൾ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടാകാം, സ്വരച്ചേർച്ചകൾ നിങ്ങൾക്കിടയിൽ വരുന്നുണ്ടാകാം. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ യൂണിവേഴ്സൽ എനർജി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? കാരണം ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു, അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമോ, ഒരു ചേഞ്ച്, ഒരു വ്യത്യാസം ഉണ്ടാകുമോ, എന്താണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ 2 കാർഡ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ് വിഷ് വൈസ്ലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബുദ്ധിപൂർവം ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, നന്നായി പ്രാർത്ഥിക്കുക. ഓക്കെ, നന്നായിട്ട് ആഗ്രഹിക്കണം, നന്നായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യണം. ഈ പേഴ്സന്റെ റിലേറ്റീവ്സിനെയും കൂടി കൂട്ടിച്ചേർത്തിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ബിക്കോസ് അവരുടെ എനർജിയും കൂടി ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. ഇറ്റ്സ് നോട്ട് എ സോളിറ്റ്യൂഡ് എനർജി. ഈ പേഴ്സന്റെ മാത്രമായിട്ടുള്ള എനർജി എനിക്ക് ഇവിടെ കിട്ടുന്നില്ല. ദർ ആർ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള എനർജിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ദർ ആർ ലോട്ട്സ് ഓഫ് പീപ്പിൾ ആർ പ്രസന്റ് സറൗണ്ടിങ് ഓഫ് ദിസ് പേഴ്സൺ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ബുദ്ധിപൂർവം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് വിഷ് വൈസ്ലി എന്നാണ്. ബുദ്ധിപൂർവം ആഗ്രഹിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, അത് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് അത് സാധ്യമാക്കി തരും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ കളയാനും പുറത്തേക്ക് തള്ളിക്കളയാനും നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാനും സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് ന്യൂ ബിഗിനിങ്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ന്യൂ ബിഗിനിങ്സ് തന്നെയാണ്. അതായത് പുതിയൊരു തുടക്കം തന്നെയാണ്. അത് ഒരിക്കലും ഇവിടെ ഒരിക്കലും വെറുതെ ആയി പോകുന്നില്ല, അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഈ പേഴ്സണിന് വേണ്ടിയിട്ട് അത്രയും നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരിക്കലും വെറുതെ ആകില്ല. ന്യൂ ബിഗിനിങ്സ് ഉണ്ട്, പുതിയ തുടക്കമുണ്ട്, അത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ബട്ട് ഇറ്റ്സ് വിൽ ടേക്ക് ടൈം. ഓക്കെ, അതാണ് കാണിക്കുന്നത്. അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, നിങ്ങളുടെ പ്രയർ, നിങ്ങളുടെ ആ ഒരു അട്രാക്റ്റീവ് ടെക്നിക്, ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ പ്രാക്ടീസ്, മന്ത്രങ്ങൾ, ഇതൊക്കെ പോലെ ഇരിക്കും. ഓക്കെ, അപ്പൊ അത് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമുക്ക് ഒരു കാര്യം, ഒരു പരീക്ഷയിൽ ജയിക്കുക എന്ന് പറയുന്നത് പരീക്ഷ പേപ്പർ കറക്റ്റ് ചെയ്യുന്ന ടീച്ചറിന്റെ ആവശ്യമല്ലല്ലോ അല്ലേ. പരീക്ഷ ജയിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ആവശ്യമാണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് പഠിച്ചേ പറ്റൂ. അല്ലാതെ ടീച്ചർക്ക് വേണമെങ്കിൽ എന്നെ ജയിപ്പിക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ പാരൻസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്നെ ജയിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എക്സാമിന് ജയിക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു കാര്യവും കൂടെ. യെസ്, ഹൗസ് വൈഫ്, മേ ബി നിങ്ങൾ ഹൗസ് വൈഫ് ആയിരിക്കാം. 11-17 അതൊരു ഏഞ്ചൽ നമ്പറാണ്. പൂരാടം നാള് 30-ാം തീയതി കിട്ടിയിട്ടുണ്ട്. 8-ാം തീയതി സ്ലീപ്ലെസ് നൈറ്റ്, ഉറക്കമില്ലാത്ത രാത്രികൾ. യെസ്, അങ്ങനെയൊന്നുമില്ല, നല്ല പാട്ടൊക്കെ കേട്ട് കിടന്നുറങ്ങാം. ഓക്കെ, അബ്രോഡ്, മേ ബി വിദേശത്തായിരിക്കാം. 33 ഏഞ്ചൽ നമ്പർ 33, ഫീലിംഗ് ഓൾവേസ് ഡൗട്ട്, എപ്പോഴും സംശയം വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു. ഓവർ പൊസസീവ്നെസ്. യെസ്, ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സന്റെ കാര്യത്തിൽ പൊസസീവ് ആയിരിക്കാം, നേരെ തിരിച്ചു അങ്ങനെ ആയിരിക്കാം. 999 ഏഞ്ചൽ നമ്പർ, 777 ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടാകാം. ടെമ്പിൾ, അമ്പലം കിട്ടിയിട്ടുണ്ട്. നമ്പർ 13, നമ്പർ 5, നമ്പർ 20, അനിടം നാള്, ആൻഡ് ഓൾസോ 26 നമ്പർ. ഇത്രയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. റീസണേറ്റ് ആവുന്നവർ ദയവ് ചെയ്തൊന്ന് കമന്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ പറയാം. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.